ലേണിംഗ് ഫോർ ഓൾ റിപ്പബ്ലിക് ഡേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രസംഗമാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് ജനുവരി 26 ഭാരതം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യൻ ജനതയ്ക്ക് ഏറെ അഭിമാനിക്കാനുള്ള സുദിനം കൂടി ആണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനകീയ ഭരണ സമ്പ്രദായം അച്ചടി മഷി പുരണ്ട് ഇന്ത്യയിൽ അവതരിച്ച ദിനം. എഴുതിയുണ്ടാക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായ ഭരണഘടന നമ്മുടെ രാജ്യത്തിന് അങ്ങനെ സ്വന്തമാക്കുകയായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇതൊരു ഭരണഘടന ഇല്ലാത്ത രാജ്യമായിരുന്നു. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായിരുന്ന 7 സദസ്യരുടെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിർമ്മിച്ചതാണ് ഈ ഭരണഘടന. ചരിത്രത്തിൽ ആദ്യമായി മതം, ജാതി, പ്രദേശം, ഭാഷകളായി വിഭജിക്കപ്പെട്ട ഈ പ്രദേശം ഒരു പരമാധികാര രാഷ്ട്രമായി മാറി. അവർ ഉണ്ടാക്കിയെടുത്ത ഈ ഭരണഘടനയെ ഒരുപാട് ചർച്ചകൾ നടത്തി തെറ്റുകൾ തിരുത്തുകയും ചെയ്തു. പ്രത്യേക ഭരണഘടനയ്ക്ക് കീഴിൽ രാജ്യത്തെ ഭരണം നിർവഹിക്കുന്നുള്ള രാഷ്ട്രത്തലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. ഇവിടെ പരമാധികാരം ജനങ്ങൾക്കാണ്. 1949 നവംബർ 26 പൂർത്തിയാക്കിയ ഭരണഘടന 1950 ജനുവരി 26 പ്രാബല്യത്തിൽ വന്നതോടെയാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത്. ഒരു ഭാഷയും ഒരു സംസ്കാരവും ഒരു ജനതയും അല്ല, മറിച്ച് പല ഭാഷകളും പല സംസ്കാരങ്ങളും പല ജനതകളുമാണ് ഇന്ത്യയുടെ സവിശേഷത. ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്വതന്ത്ര പോരാളികൾക്കും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന നാവികസേന, കരസേന, വ്യോമസേന എന്നിവർക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുന്നു. ജനാധിപത്യത്തിന്റെ മുഖമുദ്രയാണ് സ്വാതന്ത്ര്യം. ജീവനും അഭിപ്രായത്തിനും മതത്തിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. നമ്മൾ ആഘോഷിക്കുന്ന ഓരോ റിപ്പബ്ലിക് ദിനവും രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ കൂടുതൽ ശക്തമാക്കാനും പരിപോഷിപ്പിക്കുവാനും ഉതകുന്ന പ്രതിജ്ഞയും പുനഃസമർപ്പണങ്ങളും പുതുക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് മറക്കരുത്. റിപ്പബ്ലിക് ദിനത്തിൽ ഏവരും ഊന്നിപ്പറയുന്ന നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു ഉദ്ധരണിയുണ്ട്. അതിതാണ്: ഒരു ജനാധിപത്യവാദി തികച്ചും നിസ്വാർത്ഥനായിരിക്കണം. തന്റെയോ തന്റെ കക്ഷിയുടെയോ പേരിലല്ല, ജനാധിപത്യത്തിന്റെ വഴിയിലൂടെ മാത്രമേ അയാൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സ്വപ്നം കാണുവാനോ പോലും പാടുള്ളൂ. അതിനാൽ നാം എല്ലാവരും സമാധാനവും ഐക്യവും നിലനിർത്തുമെന്നും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങൾ ഓർക്കണമെന്നും പ്രതിജ്ഞയെടുക്കാം. അങ്ങനെ അവരുടെ ത്യാഗങ്ങൾ കാരണം നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ വിലമതിക്കാൻ കഴിയും. എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു: ദേശസ്നേഹം ദാനധർമ്മം പോലെയാണ്, അത് വീട്ടിൽ നിന്നും ആരംഭിക്കണം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഒരു വിലയേറിയ കമന്റും നൽകുക. താങ്ക് യു സോ മച്ച്.